നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വയനാടിന് ഒരു കൈത്താങ്ങിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. ആമ്പല്ലൂരിൽ പൊതുജനങ്ങളുടെയും വ്യാപാരി സമൂഹത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി യോഗം ചേർന്നു. ദേശീയപാത തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. കൊടകര BRC SSK യൂണിസെഫുമായി ചേർന്ന് നടത്തുന്ന ലൈഫ് 24 ത്രിദിന ക്യാമ്പ് പുതുക്കാട് GVHSSൽ ആരംഭിച്ചു. വരന്തരപ്പിള്ളി നന്ദിപുലം മാഞ്ഞൂരിൽ നിന്ന് 6 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. വിശദമായ വാർത്തയിലേക്ക്. വയനാടിന് ഒരു കൈത്താങ്ങിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. 45 വായനശാലകളിൽ നിന്നും ശേഖരിച്ച 3,33,706 രൂപയാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറിയത്. കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫണ്ട് ഏറ്റുവാങ്ങി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് K ബാലഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ KM ഭരതൻ, UK പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു നന്ദിയും പറഞ്ഞു. നടത്തുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ പ്രവർത്തനത്തിന് ആദ്യമായി ലൈബ്രറി കൗൺസിലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും പങ്കെടുക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന അക്ഷര ലൈബ്രറി, അത് നമുക്കൊരു അഭിമാനം കൂടിയാണ്. കാരണം ചെറുതല്ലാത്ത ഒരു തുകയാണ് കുറച്ചു വീടുകളിൽ. കരുവന്നൂരിൽ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ CEO രാകേഷ് KR, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത്, മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു. ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞു മാറ്റി പ്രതിഷേധിച്ചത്. ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തിരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഉരിഞ്ഞു മാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു. മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു. മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു. ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും സഹോദരിയുടെ മകളുടെ പേരിലുമായാണ് ഇനി 60 ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത്. ജോഷിയുടെ പേരിലുണ്ടായിരുന്ന 28 ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് ചികിത്സാവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഘടുക്കളായി 5.25 ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ല എന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റ് നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷാഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ CEO പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. പല തവണ കത്തയച്ചിട്ടും
ഹൈക്കോടതി പോയിട്ടും നമ്മളുടെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം. 1.5 വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടിട്ട് വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. ദേശീയപാതയിൽ ആമ്പല്ലൂർ ഭാഗത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാജേശ്വരി, TS ബൈജു, കൊടകര ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, വാർഡ് മെമ്പർമാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, NHAI പ്രൊജക്ട് ഡയറക്ടർ TA അൻസിൽ ഹസൻ, മാനേജർ B ബിജുകുമാർ, കരാർ കമ്പനി പ്രതിനിധി മണിമാരൻ, മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു, പുതുക്കാട് SHV സനീഷ് കുമാർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ കാലയളവിൽ ഗതാഗത സൗകര്യം, വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബസ് സർവീസുകൾ സുഗമമായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ നടപടികൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. നിലവിൽ ബ്ലാക്ക് സ്പോട്ടായി നിശ്ചയിച്ചിട്ടുള്ള ആമ്പല്ലൂർ ജംഗ്ഷനിൽ 20 മീറ്റർ വീതിയിലും 5.5 മീറ്റർ ഉയരത്തിലുമായി വെഹിക്കുലർ അണ്ടർ പാസേജ് ആണ് നിർമ്മിക്കുക. 3 കൽവേർട്ടുകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ഉൾപ്പെടെ 1.3 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മാണം നടത്തുക എന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. നിർമ്മാണത്തിന് മുമ്പ് ജനപ്രതിനിധികൾ, ബസ് ഓണേഴ്സ്, ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം ചേർന്ന് ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുവാനും അതിനായി പുതുക്കാട് SHO നേതൃത്വം വഹിക്കുന്നതിനും തീരുമാനിച്ചു. ദേശീയപാത തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ 18 വയസ്സുള്ള ആശീർവാദ്, വലപ്പാട് മാലാഖ വളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ 18 വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന നിഹാൽ എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30 തൃപ്രയാർ VB മാളിനടുത്തായിരുന്നു അപകടം. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര BRC SSK യൂണിസെഫുമായി ചേർന്ന് നടത്തുന്ന ലൈഫ് 24 ത്രിദിന ക്യാമ്പ് പുതുക്കാട് GVHSSൽ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 9:30 ക്യാമ്പ് ആരംഭിച്ചു. കൊടകര BRC ട്രെയിനർ ഫേബ സ്വാഗതം പറഞ്ഞ് പദ്ധതി വിശദീകരണവും നടത്തി. കൊടകര BRC പരിധിയിലെ 11 വിദ്യാലയങ്ങളിൽ നിന്നായി 35 കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിത്യജീവിത സാഹചര്യങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുവാൻ ജീവിത നൈപുണികളുടെ വികാസം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക, സാമൂഹ്യ ജീവിതം, സാമൂഹ്യ പുരോഗതി, ഒരാൾ അഭിമുഖീകരിക്കുന്ന ജീവിത മുഹൂർത്തങ്ങൾ വെല്ലുവിളി നിറഞ്ഞതോ അല്ലാത്തതോ തുടങ്ങി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ലഭിക്കേണ്ട അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. കൃഷി, പാചകം, പ്ലംബിംഗ്, വയറിംഗ്, 2-വീലർ സർവീസിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ദിവസത്തെയും റെസിഡൻഷ്യൽ ക്യാമ്പുകളിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പ്രായോഗിക പരിശീലനം നൽകും. പരിശീലനാനന്തരം 6 മാസക്കാലം വരെ അനുബന്ധ തുടർ പ്രവർത്തനങ്ങൾ നൽകി ശേഷികളെ പ്രബലപ്പെടുത്തും. ഇങ്ങനെ രൂപപ്പെടുന്ന ശേഷികളും ഉൽപ്പന്നങ്ങളും വിനിമയം ചെയ്യുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി ഏപ്രിൽ മാസം 1 ദിവസത്തെ കൂടിച്ചേരൽ BRC തലത്തിൽ നടത്തുന്നതാണ്. പുതുക്കാട് GVHSSൽ ആരംഭിച്ച ക്യാമ്പിൽ BRC തലത്തിൽ പരിശീലനം നേടിയ ട്രെയിനർമാരായ VB സിന്ധു, അനുസ്മിത TV, ശ്രീദേവി CR, ആതിര MS എന്നിവർ ക്ലാസുകൾ നയിച്ചു. വരന്തരപ്പിള്ളി നന്ദിപുലം മാഞ്ഞൂരിൽ നിന്ന് 6 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. മാഞ്ഞൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സമീപവാസികളാണ് ആദ്യം പാമ്പിനെ കണ്ടത്. പിന്നീട് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം ലിജോയാണ് പാമ്പിനെ പിടികൂടിയത്.
പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കരയിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം 2024 കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻപാട്ട്, ഗ്രാമീണ മത്സരങ്ങൾ, ഓണക്കളി, തിരുവാതിരക്കളി, കുട്ടികളുടെ നൃത്തവും പാട്ടും അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. വാർഡ് അംഗം VK ബിനീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ CDS അംഗം സന്ധ്യ സുഭാഷ്, നിനവ് ക്ലബ്ബ് സെക്രട്ടറി VK അനീഷ്, പ്രോഗ്രാം കൺവീനർ ദീപക് KT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ സാഹിത്യ ജിതേഷ് സ്വാഗതവും തൊഴിലുറപ്പ് മേറ്റ് രോഷ്നി ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിന് ഒരു കൈത്താങ്ങിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു. ആമ്പല്ലൂരിൽ പൊതുജനങ്ങളുടെയും വ്യാപാരി സമൂഹത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി യോഗം ചേർന്നു. ദേശീയപാത തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. കൊടകര BRC SSK യൂണിസെഫുമായി ചേർന്ന് നടത്തുന്ന ലൈഫ് 24 ത്രിദിന ക്യാമ്പ് പുതുക്കാട് GVHSSൽ ആരംഭിച്ചു. വരന്തരപ്പിള്ളി നന്ദിപുലം മാഞ്ഞൂരിൽ നിന്ന് 6 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും Info News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.